2015 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ചോദിച്ച 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മെൻഷൻ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസിൻക്രണസ് ആൻഡ് സിൻക്രണസ് കൗണ്ടേഴ്സ്. അപ്പം ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അഡ്വാൻറ്റേജസ് ഓഫ് അസിൻക്രണസ് കൗണ്ടർ. അസിൻക്രണസ് കൗണ്ടർ എന്താണ്? സിമ്പിളാണ്, ഈസി ടു ഡിസൈൻ ആണ്. നമുക്ക് സിമ്പിളായിട്ട് അത് ടോഗിൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പും ഡി ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് യൂസ്ഡ് ഇൻ ലോ സ്പീഡ് സർക്യൂട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോ സ്പീഡ് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ അസിൻക്രണസ് കൗണ്ടേഴ്സിൻ്റെ സ്പീഡ് കുറവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് സെക്കൻഡിലേക്ക് കൊടുക്കുന്നത്, സെക്കൻഡ് ഔട്ട് എടുത്തിട്ടാണ് 3ലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ എന്ത് വന്നു? ഡിലേ വന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ലോ സ്പീഡ് സർക്യൂട്ടിൽ യൂസ് ചെയ്യാം. ദെൻ തേർഡ് വൺ മോസ്റ്റ് റിലയബിൾ ആണ്. ദെൻ ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ട്രങ്കേറ്റഡ് കൗണ്ടേഴ്സ്. ഇപ്പോൾ ട്രങ്കേറ്റഡ് കൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ 4 ബിറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 to 15 വരെ നമുക്ക് കൗണ്ട് ചെയ്യാം. 3 ബിറ്റ് ആണെങ്കിൽ 0 to 7 വരെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തണം. ഇപ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ 4 ബിറ്റ് യൂസ് ചെയ്ത് നമുക്ക് 16 വരെ അല്ലെങ്കിൽ 16 സ്റ്റേജസ് വരെ നമുക്ക് ഉണ്ടാക്കാമെങ്കിൽ അതിന് നമുക്ക് സപ്പോസ് 0 to 9 വരെ കൗണ്ട് ചെയ്ത് അങ്ങ് നിർത്തണം എന്ന് കരുതാം. അങ്ങനത്തെ കൗണ്ടേഴ്സ് നമ്മൾ ട്രങ്കേറ്റഡ് സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്ന കൗണ്ടേഴ്സ് എന്ന് പറയാം. ഡിക്കേഡ് കൗണ്ടറൊക്കെ ഒരു ട്രങ്കേറ്റഡ് കൗണ്ടറാണ്. അപ്പോൾ ട്രങ്കേറ്റഡ് കൗണ്ടേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് എനി മോഡുലസ് നമ്പർ കൗണ്ട്. അതും ഏതിൻ്റെ അകത്ത് വരുന്നതാണ്? അസിൻക്രണസ് കൗണ്ടിൻ്റെ അകത്ത് വരുന്നതാണ്. ഒരു പാർഷ്യൽ ഡിക്കോഡിങ് വഴി സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രങ്കേറ്റഡ് സീക്വൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അസിൻക്രണസ് കൗണ്ടിൻ്റെ അകത്ത്. Each output in the chain depends on a change in state from the previous flip-flop output. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ ഔട്ട്പുട്ടും തൊട്ട് മുന്നത്തെ ഡാറ്റയായിട്ട് ഡിപ്പെൻഡബിൾ ആണ്. They can be implemented using divide by n counter circuit where n is an integer. ഇത്രയാണ് അസിൻക്രണസ് കൗണ്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വൺ ആണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസിൻക്രണസ് കൗണ്ടേഴ്സ്. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ദേ എൻകൗണ്ടർ കൗണ്ടിങ് എറേഴ്സ് അറ്റ് ഹൈ സ്പീഡ് ക്ലോക്കിൻ്റെ സ്പീഡ് അങ്ങ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടിങ് എറേഴ്സ് അവിടെ വരും. ദർ ആർ അസോസിയേറ്റഡ് വിത്ത് പ്രൊപ്പഗേഷൻ ഡിലേസ്. പ്രൊപ്പഗേഷൻ ഡിലേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് കിടക്കുന്നത്. വെൻ ഇറ്റ് കംസ് ടു കൗണ്ടിങ് എ ട്രങ്കേറ്റഡ് സീക്വൻസ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 2 raised to n. ഇപ്പം n ഈക്വൽ ടു 4 ആണെങ്കിൽ 2 raised to 4 എന്ന് പറയുമ്പം 16 എന്ന് വെച്ചാൽ 16 സ്റ്റേറ്റ്സ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ട്രങ്കേറ്റഡ് കൗണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പം നോട്ട് ഈക്വൽ ടു 2 raised to n ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ ലെസ് ദാൻ 2 raised to n ആയിരിക്കും. എക്സ്ട്രാ ഫീഡ്ബാക്ക് ലോജിക് ഈസ് നീഡഡ്. നമ്മൾ എക്സ്ട്രാ ഒരു ലോജിക് അവിടെ സർക്യൂട്ട് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഡ്യൂറിങ് ഓപ്പറേഷൻ an extra repeat of synchronizing output flip flop may be needed. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് അസിൻക്രണസ് കൗണ്ടേഴ്സിന് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ അഡ്വാൻറ്റേജസ് ഓഫ് സിൻക്രണസ് കൗണ്ടേഴ്സ്. സിൻക്രണസ് കൗണ്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്, സിൻക്രണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അറ്റ് എ ടൈം നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നു. പിന്നെ എന്താണ്? അറ്റ് എ ടൈം അത് വർക്ക് ചെയ്യുന്നു, സിൻക്രണസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മാത്രമല്ല അതിന് ഹൈ സ്പീഡായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ച് സിൻക്രണസ് കൗണ്ടേഴ്സിനകത്ത് പഠിച്ചത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ദർ ഈസ് നോ പ്രൊപ്പഗേഷൻ ഡിലേ അസോസിയേറ്റഡ് വിത്ത്. കാരണം എന്താണ്? ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ സൈമൾട്ടേനിയസ്ലി ക്ലോക്ക്ഡ്. With the synchronous counters, we can set the same clock pulse for all gates. Its operation is faster. കാരണം പ്രൊപ്പഗേഷൻ ഡിലേ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ എന്താണ്? ഫാസ്റ്റാണ്. Chances of errors are minimal due to the fact that count sequences is controlled using logic gates. ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന കാരണം അവിടെ എറർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിൻക്രണസ് കൗണ്ടേഴ്സ്. എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? നമുക്കറിയാം. നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈൻസ് ഒരു 5 സ്റ്റെപ്പായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് ഡയഗ്രാം, ദെൻ ട്രാൻസിഷൻ ടേബിൾ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ടേബിൾ, കെ മാപ്പ്, സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ അത്രയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് കോംപ്ലെക്സ് ആണത്. ടൈം കൺസ്യൂമിങ് ആണ് അതിൻ്റെ ഡിസൈൻ സ്റ്റേജ് വരുന്നത്. കുറച്ചും കൂടെ വലിയ നമുക്ക് നമ്പർ ഓഫ് സീക്വൻസിനൊക്കെ പലതരത്തിലുള്ള സീക്വൻസ് ജനറേറ്റ് ചെയ്യാവുന്ന കേസിൽ അതിൻ്റെ സർക്യൂട്ട് എന്തായിരിക്കും? കോംപ്ലെക്സ് ആയിട്ടൊക്കെ വരും.
അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇൻ സിങ്ക്രണസ് കൗണ്ടേഴ്സ് ആർ ഡ്രിവൺ ബൈ എ സിംഗിൾ കോമൺ ക്ലോക്ക് പൾസ്. They require large components and circuitry than asynchronous counters. The design involves a complex logic circuit as well as the increasing number of states. Number of states നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. 2-bit synchronous binary counter, 3-bit synchronous binary counter, then 4-bit synchronous binary counter, then up or down counters ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ചെയ്ത സമയത്ത് സർക്യൂട്ട് കോംപ്ലക്സ് ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടുന്തോറും സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് സിങ്ക്രണസ് കൗണ്ടേഴ്സിനകത്ത്. അതെന്താണ്, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ 2017 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചോദിച്ച കൗണ്ടേഴ്സിൽ നിന്നുള്ള അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ക്വിഷ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടേഴ്സ്. സിങ്ക്രണസ് കൗണ്ടേഴ്സും അസിങ്ക്രണസ് കൗണ്ടേഴ്സും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് എഴുതാൻ വളരെ എളുപ്പമാണ്. അപ്പം ഫസ്റ്റ് ബേസിക്സ് ഓഫ് കമ്പാരിസൺ എന്തൊക്കെ കമ്പാരിസൺസ് ആണ് നടത്തിയിട്ടുള്ളതെന്നാണ്. ദെൻ സിങ്ക്രണസ് കൗണ്ടേഴ്സ്, അസിങ്ക്രണസ് കൗണ്ടേഴ്സ്. സിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ ആൾട്ടർനേറ്റ് നെയിമാണ് സീരിയൽ കൗണ്ടർ. സിങ്ക്രണസ് കൗണ്ടർ നമ്മൾ പഠിച്ച സമയത്ത് പറയുന്നു സീരിയൽ കൗണ്ടർന്ന്. സിങ്ക്രണസ് കൗണ്ടേഴ്സ്, സീരിയൽ കൗണ്ടർ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത് സീരിയൽ കൗണ്ടർ അല്ല, പാരലൽ കൗണ്ടറാണ്. സിങ്ക്രണസ് കൗണ്ടർ പാരലൽ കൗണ്ടറാണ്. അതേപോലെ തന്നെ അസിങ്ക്രണസ് എന്ന് പറയുന്നതാണ് സീരിയൽ കൗണ്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടിത് സീരിയലും പാരലും ആയി? സിങ്ക്രണസ് കൗണ്ടേഴ്സ് നമുക്കറിയാം പാരലൽ കൗണ്ടർ എന്ന് വിളിക്കാൻ കാരണം അറ്റ് എ ടൈമാണ് നമ്മൾ അതിലേക്ക് ക്ലോക്ക് കൊടുക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അസിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുമ്പം ഒരെണ്ണത്തിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് അടുത്തതിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് പാരലൽ സീരിയൽ കൗണ്ടറാണ്. ദെൻ ക്ലോക്കിംഗ്. സിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ അകത്ത് ക്ലോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ ദ കൗണ്ടർ ഈസ് ട്രിഗേർഡ് ബൈ ദ സെയിം ക്ലോക്ക് സിഗ്നൽ അറ്റ് ദ സെയിം ടൈമിലാണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അങ്ങോട്ട് ക്ലോക്ക് കൊടുക്കുന്നത്. അസിങ്ക്രണസിലാണെങ്കിലോ ഇറ്റ് ഓൺലി ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ക്ലോക്ക്ഡ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക് ചെയ്യും. അതാണ് എൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് by an external clock which in turn drives the clock output of the subsequent flip-flop. അതെന്ത് ചെയ്യും, അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ക്ലോക്ക് ചെയ്യും. ദെൻ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പ്രൊപ്പഗേഷൻ ഡിലേ എങ്ങനെയാണ് സിങ്ക്രണസ് കൗണ്ടേഴ്സിന്? അവിടെ പ്രൊപ്പഗേഷൻ ഡിലേ ഒന്നും വരുന്നില്ല. അവിടെ ഡിലേ വളരെ കുറവാണ്. പക്ഷേ അസിങ്ക്രണസ് ആണെങ്കിലോ അവിടുത്തെ ഡിലേ കൂടുതലാണ്. സബ്സിക്വൻറ്റ് ഇൻഹറൻറ്റ് ഡിലേ ഈസ് എൻകൗണ്ടർഡ് ഫ്രം വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ദ നെക്സ്റ്റ്. Then settling time. The settling time of synchronous counter is equal to the highest settling time of all flip-flop. ഇപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിനാണോ ഹയസ്റ്റ് ആയിട്ടുള്ള സെറ്റിലിംഗ് ടൈം അതാണ് അതിൻ്റെ സെറ്റിലിംഗ് ടൈം സിങ്ക്രണസ് കൗണ്ടറിൻ്റെ. അസിങ്ക്രണസ് ആണെങ്കിലോ ഒരെണ്ണത്തിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് അടുത്തതിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട് എടുത്ത് അടുത്തതിൻ്റെ ഇന്നിലേക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡിലേയും എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ് അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഓവറോൾ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പം 4 എണ്ണം കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ബേസിക്സ് ഓഫ് കമ്പാരിസൻ്റെ അകത്ത് വരുന്നത് ഡീകോഡിങ് എറർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സിങ്ക്രണസിനകത്ത് ഡീകോഡിങ് എറർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം അവിടെ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കൺട്രോളിങ് നടക്കുന്നത്. അസിങ്ക്രണസിനകത്താണെങ്കിൽ ഡീകോഡിങ് എറർ ഉണ്ടാവുന്നുണ്ട്. ഓപ്പറേഷൻ, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എനി ഡിസൈഡ് കൗണ്ട് സീക്വൻസ്. സിങ്ക്രണസ് കൗണ്ടർ നമുക്ക് ഏത് സീക്വൻസിലും നമ്മൾ ഏതൊക്കെ കൗണ്ടേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഡ് 1 3 5 7 പോസിബിളാണ്. ഈവൻ സീക്വൻസ് ഉണ്ടാക്കണമെങ്കിൽ 0 2 4 6. ഇനി അതല്ല ഒരു 5 ബീറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 5 സ്റ്റേറ്റ്സ് വരെ 0 1 2 3 4 കൗണ്ട്, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം സിങ്ക്രണസ് കൗണ്ടേഴ്സ്. എനി ഡിസൈഡ് കൗണ്ട് സീക്വൻസിൽ നമുക്ക് ചെയ്യാം. അസിങ്ക്രണസ് ആണെങ്കിലോ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. ഒന്നെങ്കിൽ അപ്പ് ഡൗൺ ട്രങ്കേറ്റഡ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ ഡിസൈനിങ് ആസ് വെൽ ആസ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കോംപ്ലക്സ്.
നമ്മൾ കണ്ടു സിങ്ക്രണസിനകത്ത് കോംപ്ലക്സ് ആണ്. ദ ഡിസൈൻ ഇൻവോൾവ്സ് എ കോംപ്ലക്സ് ലോജിക് സർക്യൂട്ട് ആസ് വെൽ ആസ് ദ ഇൻക്രീസിങ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ ലോജിക് സർക്യൂട്ട് കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കും. അസിങ്ക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ആസ് വെൽ ആസ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് വെരി സിമ്പിൾ. ലോജിക് സർക്യൂട്ട് ഈസ് വെരി സിമ്പിൾ ഈവൻ ഫോർ ഇൻക്രീസിങ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഓപ്പറേഷൻ സ്പീഡാണ് നെക്സ്റ്റ് കമ്പാരിസൺ term വരുന്നത്. It can operate at much higher clock frequency than the asynchronous counter. സിങ്ക്രണസ് കൗണ്ടർ എന്താണ്, ഹയർ ക്ലോക്ക് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. അസിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സ്ലോവർ ഇൻ ഓപ്പറേഷൻ ദാൻ ദ സിങ്ക്രണസ് കൗണ്ടർ. Then effect of clock signal. Synchronous ആണെങ്കിൽ എന്താണ്, all the flip-flops in the counter change state at the same time in concurrence with the input clock signal. All the flip-flops in the counter change state at the same time. സെയിം ടൈമിലാണ് അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം ചേഞ്ച് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നലിനനുസരിച്ച്. അസിങ്ക്രണസ് ആണെങ്കിലോ ദ ക്ലോക്ക് ഇൻപുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് മൂവ്ഡ് ബൈ ദ സെയിം ക്ലോക്ക് സിഗ്നൽ. എക്സാമ്പിൾ എന്തൊക്കെയാണ്, സിങ്ക്രണസ് കൗണ്ടേഴ്സിനകത്ത് വരുന്ന റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടറൊക്കെ എക്സാമ്പിളാണ്. അസിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ് റിപ്പിൾ അപ്പ് കൗണ്ടർ, റിപ്പിൾ ഡൗൺ കൗണ്ടർ. അപ്പം ഇത്രയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പം സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിൻ്റെ ഡിഫറൻസും നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് വണ്ണാണ് എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് റിംഗ് കൗണ്ടർ. റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറാണ്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ് റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ എന്നൊക്കെ പറയുന്നത്. റിംഗ് കൗണ്ടർ നമുക്ക് ആ പേരിൽ പറയുന്നത് പോലെ തന്നെ അതെന്ത് ചെയ്യും, റിംഗ് ആയിട്ട് കൗണ്ടിങ് ഓപ്പറേഷൻസ് നടത്തും. റിംഗ് ആയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു 4 ബിറ്റ് റിംഗ് കൗണ്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 ബിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനകത്ത് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സർക്യൂട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിങ്ക്രണസ് കൗണ്ടേഴ്സാണ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അറ്റ് എ ടൈം ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അറ്റ് എ ടൈം ക്ലോക്ക് കൊടുക്കുകയും ചെയ്തു. ദെൻ ക്ലിയർ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പ്രീസെറ്റ് പിന്നും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു പ്രീസെറ്റ് പിന്നും നമ്മൾ ബാക്കി FFBയും സിയും ഡിയും ഒന്നും പ്രീസെറ്റ് കണക്ട് ചെയ്തിട്ടില്ല. ക്ലിയർ എന്ന് പറയുന്നതും പ്രീസെറ്റ് എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ അസിങ്ക്രണസ് ഇൻപുട്സ് ആണ്. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസ് ഉണ്ട്. ക്ലിയർ എന്ന് പറയുമ്പം ക്ലിയർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് സിഗ്നൽ അല്ലെങ്കിൽ ഡാറ്റയും മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീസെറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് റിംഗ് കൗണ്ടറിൽ ഒരു 1 ഉണ്ടെങ്കിൽ ആ 1 ഇങ്ങനെ റിംഗ് പോലെ അതിങ്ങനെ കൗണ്ട് മീൻസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് FFA എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അകത്തൊരു 1 എൻ്റർ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ടേബിൾ തന്നിട്ടുണ്ട്. ഇനീഷ്യലി എല്ലാം 0 ആണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് QAൻ്റെ ഔട്ട്പുട്ടിൽ 1 വരണം. ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസിൽ QBൻ്റെ ഔട്ട്പുട്ട് 1 വരും. തേർഡ് ക്ലോക്ക് പൾസിൽ QCൻ്റെ ഔട്ട്പുട്ട് 1 വരണം. ഫോർത്ത് ക്ലോക്ക് പൾസിൽ QDൻ്റെ ഔട്ട്പുട്ട് 1 വരണം. ദെൻ ഫിഫ്ത്ത് ക്ലോക്ക് പൾസിൽ എഗെയിൻ QAൻ്റെ ഔട്ട്പുട്ടിൽ 1 വരണം. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. അപ്പോഴല്ലേ ഫസ്റ്റ് ലാസ്റ്റിൽ നിന്നുള്ള ഈ 1 തിരിച്ച് വീണ്ടും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കയറുള്ളൂ. ഒന്നത് അതിൻ്റെയൊക്കെ മുന്നേ നമുക്കിതിനകത്തൊരു 1 നമുക്ക് എൻ്റർ ചെയ്യണം. ആ 1 എൻ്റർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്കൊരു 1 നേരത്തെ പ്രീസെറ്റ് ചെയ്ത് വെക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനീഷ്യലി എല്ലാം 0 ആക്കി വെക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ക്ലിയർ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ പിന്ന് യൂസ് ചെയ്തിട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനെയും അങ്ങ് ക്ലിയർ ചെയ്യും. അപ്പോൾ ഇനീഷ്യലി എല്ലാ വാല്യൂസും എന്താവും, 0. ദെൻ പ്രീസെറ്റ് പിന്ന് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 എൻ്റർ ചെയ്യും. പ്രീസെറ്റ് ടു ലോജിക് 1 എൻ്റർ ചെയ്യും. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാത്രമാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ദെൻ നമ്മൾ ക്ലോക്ക് പൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യും, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് 1 ആയിരിക്കും. പിന്നെ നമ്മൾ
പ്രീസെറ്റ് ലോജിക് 1 ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൊടുക്കുന്നില്ല, ഒറ്റ തവണയെ കൊടുക്കുന്നുള്ളൂ, പിന്നെ കൊടുക്കുന്നില്ല. അതിനുശേഷം എന്താ ഉണ്ടാവുന്നത്? ഈ എഫ് എഫ് എയിലുള്ള 1 എഫ് എഫ് ബിയിലേക്ക് വരും, എഫ് എഫ് ബിയിലുള്ള 1 എഫ് എഫ് സിയിലേക്ക് വരും, എഫ് എഫ് സിയിലെ 1 എഫ് എഫ് ഡിയിലേക്ക് വരും. അതിങ്ങനെ റിങ് പോലെ. ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ക്യൂവിലുള്ള ഔട്ട് നേരെ എടുത്തിട്ട് ഡിയുടെ ഇന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട് വീണ്ടും തിരിച്ച് ഡിയിലേക്ക് തന്നെ കയറും. അപ്പോൾ വീണ്ടും നമ്മൾ പ്രീസെറ്റ് കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല, അത് തിരിച്ച് കയറും. ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഔട്ട് എവിടെ നിന്ന് എടുക്കുന്നത്? ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി. അതിൽ നിന്ന് പാരലലി ഔട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ പാരലലി നമ്മൾ ഔട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, പാരലാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. പാരലി ഔട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ടേബിളിൽ കണ്ട പോലത്തെ സീക്വൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. റിംഗ് കൗണ്ടർ ഈസ് എ ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ with the serial output connected back to the serial input to produce special sequences. Special sequences ഇവിടെ produce ചെയ്യുന്നത്. It utilizes one flip-flop for each stage in its sequences. It has the advantage that the decoding gates are not required. The circuit shows a 4-bit ring counter. Initially, ഇവിടെ നമ്മൾ ഡീകോഡിംഗ് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് ഡീകോഡിംഗ് ഗേറ്റ്സ് ആർ നോട്ട് റിക്വയർഡ്. ഇവിടെ ഡീകോഡിംഗ് ഗേറ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ പറഞ്ഞു, ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറാണ്. സീരിയൽ ഔട്ട്പുട്ട് കണക്റ്റഡ് ബാക്ക് ടു ദ സീരിയൽ ഇൻപുട്ട് ടു പ്രൊഡ്യൂസ് സ്പെഷ്യൽ സീക്വൻസ്. ഇറ്റ് യൂട്ടിലൈസ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോർ ഈച്ച് സ്റ്റേജ് ഇൻ ഈച്ച് സീക്വൻസ്. ഓരോ സീക്വൻസിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടല്ലേ 1 ആവുന്നത്. ഡീകോഡിംഗ് ഗേറ്റ്സ് വരുന്നില്ല. നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഇതാണ് ഒരു 4-bit റിംഗ് കൗണ്ടറാണ്. ഇനീഷ്യലി a 1 is preset into the first flip-flop and the rest of the flip-flop are cleared. On applying first clock pulse, output of f of a is 1. അല്ലേ, ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴാണ് എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് 1 ആവുന്നത്. അതെന്ത് ചെയ്യും? എഫ് എഫ് ബിൻ്റെ ഇന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യും? എഫ് എഫ് ബിൻ്റെ ഔട്ട് 1 ആയിരിക്കും. എന്ന് വെച്ചാൽ അത് ഷിഫ്റ്റ് ചെയ്തു. എഫ് എഫ് എയിലുള്ള ഔട്ട് ഡാറ്റ എഫ് എഫ് ബിൻ്റെ ഇന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഔട്ട്പുട്ട് ഓഫ് എഫ് എഫ് ബി ഈസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് എഫ് എഫ് സി. സിയിലെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യും? എഫ് എഫ് സിൻ്റെ ഔട്ട് 1 ആവും. ഇനി എഫ് എഫ് സിൻ്റെ ഔട്ട് നേരെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും? എഫ് എഫ് ഡിയുടെ ഇന്നിലേക്ക് കണക്ട് ചെയ്യും. ഫോർത്ത് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യും? എഫ് എഫ് ഡിയുടെ ഔട്ട് 1 ആവും. The Q output of FFD is connected to the input of FFA. Q ആണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. Then so on each successive clock pulse, the counter circulates the same data bit between the 4 flip-flops over and over again around the ring very fourth clock cycle. ഓരോ 4 ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോഴും അതെന്ത് ചെയ്യും? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. A mode and ring counter will require n number of flip-flops. ഇവിടെ നമ്മളിപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എത്ര സ്റ്റേറ്റ്സ് ഇവിടെ വരുന്നുണ്ട്? 4 സ്റ്റേറ്റിലേ വരുന്നത്. ആ 4 സ്റ്റേറ്റ് ഇതൊക്കെയായിരുന്നു 1, 2, 3, 4. അങ്ങനെ 4 സ്റ്റേറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്ത് നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഇവിടെ ഉണ്ടാക്കാം? n ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്സ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ മോഡ് n റിംഗ് കൗണ്ടർ എന്ന് നമുക്ക് വിളിക്കാം. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോഡുലെസ് അല്ലെങ്കിൽ മോഡുലോ എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ എ കൗണ്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ടേമാണ് മോഡുലോ അല്ലെങ്കിൽ മോഡ് എൻ. Mode n ring counter will require a number of flip-flops connected together to circulate a single data bit providing n different output states. The modulo or modulus of a counter is the number of states the counter counts or sequences through before repeating itself, and a ring counter can be made to output any modulo number. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ 5 സ്റ്റേറ്റ്സ് ആയിരിക്കും. ഇനി ഒരു റിംഗ് കൗണ്ടറിൻ്റെ അകത്ത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം 4 സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. 5 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. സോ ഫോർ ഡിസൈനിങ് 4-bit റിംഗ് കൗണ്ടർ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ്. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ ബൈനറി സ്റ്റേറ്റ് സീക്വൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് 2018 ചോദിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ജോൺസൺ കൗണ്ടർ.
ഇപ്പോൾ റിംഗ് കൗണ്ടർ പറഞ്ഞു. ദെൻ ജോൺസൺ കൗണ്ടർ. ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഗെയിൻ സിങ്ക്രണസ് കൗണ്ടറാണ്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് വരുന്നതാണ് ജോൺസൺ കൗണ്ടർ, റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ. റിങ്ങും ജോൺസണും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ക്യൂ ബാർ ഔട്ട്പുട്ടാണ് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ക്യൂ ബാർ ഔട്ട്പുട്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആവശ്യം വരുന്നില്ല, ക്യൂ ബാർ എന്ന് പറയുന്നത്. മാത്രമല്ല ജോൺസൺ കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ തരത്തിലാണ് വരിക. അപ്പം ഇനീഷ്യലി എന്തായിരിക്കും? എല്ലാം 0. ദെൻ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ ഒരു 1 കയറും. സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് 2 1 എൻട്രി ചെയ്യും. തേർഡ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് 3 1. ഫോർത്ത് ക്ലോക്ക് പൾസിൽ 4 എണ്ണം. ഫിഫ്ത്ത് ക്ലോക്ക് പൾസിൽ 0 ദെൻ 1 1. അപ്പോൾ ആ 0 നമുക്ക് എങ്ങനെ കിട്ടി? എഫ് ഓഫ് ഡിയുടെ ലാസ്റ്റിൻ്റെ ക്യൂ ബാർ എടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ക്യൂ ബാർ എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ 1 ആണ് നമുക്ക് വാല്യൂ വന്നത്. ഈ 1ൻ്റെ ഇൻവേർട്ടഡ് വാല്യൂ എന്താണ്? 0. ആ 0 ആണ് ഇതിലേക്ക് കടക്കുന്നത്. 0 1 1 1. ദെൻ എഗെയിൻ ഇവിടുത്തെ 1 ഇൻവേർട്ട് ചെയ്ത വാല്യൂ 0 ഇവിടേക്ക് വരും. എഗെയിൻ ഈ 1 ഇൻവേർട്ട് ചെയ്ത് 0 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതിന് നമ്മൾ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ഔട്ട് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക്, അപ്പോൾ ഇവിടെ സീക്വൻസ് എന്ന് പറയുമ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണെങ്കിൽ നമുക്ക് എത്ര സീക്വൻസ് വന്നു? 1 2 3 4 5 6 7 8 സീക്വൻസ് വരെ വന്നു. ഇനീഷ്യലി എല്ലാം 0 ആണ്. 8 സീക്വൻസ് വരെ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ക്യൂ ബാർ ഔട്ട് എടുത്തിട്ട് ഡിയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇനീഷ്യലി നമ്മളെല്ലാം ഫ്ലിപ്പ് ഫ്ലോപ്സും അങ്ങ് ക്ലിയർ ചെയ്തു. അപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം അങ്ങ് 0 ആയി. ദെൻ ക്ലോക്ക് പൾസ് കൊടുത്തു. ക്ലോക്ക് പൾസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം അറ്റ് എ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ക്യു എ ക്യു ബി ക്യു സി ക്യു ഡി എന്നാണ് ഔട്ട് എടുക്കുന്നത്. ദെൻ ക്യൂ ബാർ നമ്മൾ കൊടുത്തു. വർക്കിംഗ് നോക്കാം. ജോൺസൺ കൗണ്ടർ നമുക്ക് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് വിളിക്കാം. Is a synchronous counter. It is a shift register counter with a serial output connected back to serial input to produce special sequence. Serial output നമ്മളെടുത്ത് കൊടുക്കുന്നുണ്ട്. In this circuit diagram, the Q output of each stage is connected to the input of next stage. ഒന്നിൻ്റെ ഔട്ട് എടുത്ത് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദ സിംഗിൾ എക്സെപ്ഷൻ ഈസ് ദാറ്റ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ബാക്ക് ടു ദി ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നോക്കി, നമുക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? എഫ് എഫ് ബിയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. എഫ് എഫ് ബിൻ്റെ ക്യൂ ഔട്ട്പുട്ട് എഫ് എഫ് സിൻ്റെ ഡി ഇൻപുട്ടിലേക്ക് കൊടുത്തു. എഫ് എഫ് സിയുടെ ക്യൂ ഔട്ട്പുട്ട് എഫ് എഫ് ഡിയുടെ ഡി ഇൻപുട്ടിലേക്ക് കൊടുത്തു. പിന്നെ എഫ് എഫ് ഡിയുടെ ക്യൂ ഔട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? എഫ് എഫ് ഡിൻ്റെ ക്യൂ ബാർ ഔട്ട് എടുത്തിട്ട്, അപ്പോൾ അത് മാത്രമാണ് ഇതിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ if the counter starts at 0, it will fill up with ones from left to right. നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് 1 ഫില്ല് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇറ്റ് വിൽ fill up with 0 again. ദെൻ അതെന്ത് ചെയ്യും? 0 വെച്ച് ഫില്ല് ചെയ്യും. The main advantage of this type of ring counter is that it only need half the number of flip-flop compared to the standard ring counter. Then its modulo number is half. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റിംഗ് കൗണ്ടറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സ്റ്റേറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. ഇവിടെ നമുക്ക് 8 സ്റ്റേറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് മതി. സോ അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എണ്ണം എന്ത് ചെയ്തു? നേരെ കുറഞ്ഞു. അപ്പോൾ മോഡുലോ നമ്പർ എന്ത് ചെയ്തു? അവിടെ ഹാഫായി. സോ എൻ എൻ സ്റ്റേറ്റ് ജോൺസൺ കൗണ്ടർ വിൽ സർക്കുലേറ്റ് എ സിംഗിൾ ഡാറ്റ ബിൻ ഗിവിംഗ് സീക്വൻസ് ഓഫ് 2n ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ദാറ്റ് ഈസ് ഇറ്റ് പ്രൊഡ്യൂസ് എ മോഡുലസ് ഓഫ് 2n അല്ലേ? ഇവിടെ 2n. ഇപ്പോൾ n ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്ത് 2n മീൻസ് n 4 ആകുമ്പോൾ നമ്മൾ 8 സ്റ്റേറ്റ്സ് കണ്ടു. 2n 2 into 4 8 സ്റ്റേറ്റ്സ് ആൻഡ് therefore considered as a mod 2n counter, where n is the number of stages in the counter. For a 4-bit device, it has total of 8 states or 8-bit pattern. നമ്മൾ പറയുന്നത് a 4-bit Johnson ring counter passes block of 4 logic 0.
ആദ്യം എല്ലാം ലോജിക് 0 ആൻഡ് ദെൻ 4 ലോജിക് 1 thereby producing an 8-bit pattern. നമ്മൾ കണ്ടു ആദ്യം 4 ലോജിക് 0 ആണ്, ദെൻ നമ്മൾ 4 ലോജിക് 1ലേക്ക് എത്തുന്ന അങ്ങനെ 8-bit പാറ്റേൺ അവിടെ പോകുന്നുണ്ട്. is the inverted output Q bar is connected to the input T of this 8-bit pattern continuously repeat. For example 100 1100 1110 1111 4 1 ആയില്ലേ, then 0111 then 0011 0001 000 എത്ര സ്റ്റേറ്റ്സ് വന്നു അവിടെ? 8 സ്റ്റേറ്റ്സ് വന്നു. ഇതാണ് നമ്മൾ ടേബിളിൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ യൂസ്ഡ് സ്റ്റേറ്റ്സ് ആണ് 2n എന്ന് പറയുന്നത്. 8 സ്റ്റേറ്റ്സ് അവിടെ വന്നു. n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. നമുക്ക് n ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ച് നമുക്ക് എത്ര സ്റ്റേറ്റ്സ് വരെ നമ്മൾ കൗണ്ട് ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് വരെ കൗണ്ടർ ഉണ്ടാക്കാം? 2n വരെ ഉണ്ടാക്കാം. അപ്പം n എന്ന് പറയുമ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണെങ്കിൽ 2 എന്ന് പറയുമ്പോൾ 16 വന്നു, എന്നുവെച്ചാൽ 0 to 15 വരെ കൗണ്ട് ചെയ്യും. പക്ഷേ ഇവിടെ ജോൺസൺ കൗണ്ടിന് എത്രയേ വന്നുള്ളൂ? അത്രയും വന്നില്ല. അപ്പോൾ n 4 ആണെങ്കിൽ 8 വന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പം നമ്പർ ഓഫ് അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ഇൻ ജോൺസൺ റിംഗ് കൗണ്ടർ ഈക്വൽ ടു 2n minus 2 into n അല്ലേ? 2n ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, 2n ആണ് യൂസ്ഡ്. അപ്പം 2n 2n കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടി? അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് കിട്ടി. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് സ്റ്റേറ്റ്സിൻ്റെ ജോൺസൺ റിംഗ് കൗണ്ടാണ് ഇവിടെ കണ്ടുപിടിച്ചത്. യൂസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ജോൺസൺ കൗണ്ട് എന്ന് പറഞ്ഞാൽ 2n, അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ആണ് 2n minus 2n. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. നമ്മൾ നോക്കി എല്ലാം 0 ദെൻ 1 പിന്നെ 2 1 അങ്ങനെ അത് പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ടൈമിംഗ് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാം പറഞ്ഞു, ദെൻ ടൈമിംഗ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ജോൺസൺ കൗണ്ടർ. ടൈമിംഗ് ഡയഗ്രാം കൂടെ ഇതിൻ്റെ കൂടെ വരയ്ക്കണം കേട്ടോ, എന്നിട്ട് വേണം ഇതിലേക്ക് എത്താൻ. ഇപ്പോൾ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുക, അതിനനുസരിച്ച് ഓരോ വാല്യൂസും 1 ആവുന്നത് നമ്മൾ കൗണ്ടേഴ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ വെച്ചു, അഡ്വാൻറ്റേജസ് ഓഫ് ജോൺസൺ കൗണ്ടർ. ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാസ് സെയിം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബട്ട് ഇറ്റ് ക്യാൻ കൗണ്ട് ട്വൈസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ദ റിംഗ് കൗണ്ടർ ക്യാൻ കൗണ്ട്. ജോൺസൺ കൗണ്ടറിന് എന്താണ്? സെയിം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ബട്ട് ഇറ്റ് ക്യാൻ കൗണ്ട് ട്വൈസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ദ റിംഗ് കൗണ്ടർ ക്യാൻ കൗണ്ട്. സെയിം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഈ റിങ്ങിൽ യൂസ് ചെയ്യുന്നത് 4 സ്റ്റേറ്റ്സ് ആയിരുന്നു. ജോൺസണിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 8 സ്റ്റേറ്റ്സ്, ഡബിൾ ദ കൗണ്ടായി അവിടെ വന്നു. ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് D ആൻഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ജോൺസൺ റിംഗ് കൗണ്ടർ ഈസ് യൂസ് ടു കൗണ്ട് ദ ഡാറ്റ ഇൻ എ കണ്ടിന്യൂസ് ലൂപ്പ്. കണ്ടിന്യൂസ് ലൂപ്പിൽ ഡാറ്റ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ജോൺസൺ കൗണ്ടർ ഈസ് എ സെൽഫ് ഡിക്കോഡിങ് സർക്യൂട്ട്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഡസൻ കൗണ്ടിന് ബൈനറി സീക്വൻസിലല്ലോ കൗണ്ടിങ് നടക്കുന്നത്. മോർ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് റിമെയിൻ അൺയൂട്ടിലൈസ്. നമ്മൾ 8 സ്റ്റേറ്റ്സ് അല്ലേ 0 to 15 വരെ വരുന്നില്ല, 16 സ്റ്റേറ്റ്സിൽ 8 എണ്ണേ വരുന്നുള്ളൂ. ബാക്കി എന്താണ്? അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ആണ്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് needed is 1/2 the number of timing signal. It can be constructed for any number of timing sequence. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതിനെ ഡിവൈഡർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ആസ് എ സിങ്ക്രണസ് കൗണ്ടർ ഓർ ഡിവൈഡർ സർക്യൂട്ട്. ഇത് ഹാർഡ്വെയർ ലോജിക് ഡിസൈനിൽ ടു ക്രിയേറ്റ് കോംപ്ലിക്കേറ്റ് ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ്, എക്സാമ്പിൾ ASIC ആൻഡ് FPGA ഡിസൈനകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. The 3-stage Johnson counter is used as a 3-phase square wave generator. Square wave generator at using which produce 120-degree phase shift. It uses to divide the frequency of clock signal by varying the feedback. ഇത്രയാണ് ജോൺസൺ കൗണ്ടറിൻ്റെ ആപ്ലിക്കേഷൻസ്. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് നമുക്കിതിൻ്റെ അകത്ത് വേണ്ടത്. സർക്യൂട്ട് ഡയഗ്രാം, ടൈമിംഗ് ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പം ഇത്രയാണ് നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടത്. പക്ഷേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ.